നമസ്കാരം, എൻ്റെ പേര് ജിഷ്ണു. എൻ്റെ സ്ഥലം മലപ്പുറമാണ്. ഞാൻ ഡിപ്ലോമ കഴിഞ്ഞു ആൻഡ് എനിക്ക് 20 വയസ്സാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ, ഏട്ടൻ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഏട്ടൻ ഗൾഫിലാണ്. അമ്മ അംഗൻവാടി ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരിച്ചു. പിന്നെ എൻ്റെ 3ാം ക്ലാസ് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ഫിലിമിലോട്ട് എത്തുമെന്ന്. പക്ഷെ അതിനെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടുകാരായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ വല്ല സപ്പോർട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് 10ാം ക്ലാസ് വരെ ഇങ്ങനെയൊക്കെ പോയിട്ട് പിന്നീട് ഞാൻ എന്താ പറയുക, ചെറിയ മോജ് എന്ന് പറഞ്ഞ ആപ്പിൽ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. ടിക്ടോക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നു. ഞാൻ തുടങ്ങിയ ടൈമിൽ തന്നെ അത് ബാനായി പോയി. അത് കഴിഞ്ഞിട്ട് ടിക്ടോക്കിൽ വീഡിയോസ് ചെയ്തിരുന്നു. അങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് വന്ന ടൈമിൽ മോജ് എന്ന് പറഞ്ഞ ആപ്പ് എന്താ പറയുക, അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ആയിരുന്നു. ഹാക്ക് ചെയ്തു കുറച്ച് ബംഗാളികൾ വന്നിട്ട്. അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ പോയി. പിന്നീട് പോസ്റ്റിംഗ് ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. വീട്ടുകാർ പറഞ്ഞു, നീ കരിയർ ഫോക്കസ് ചെയ്യും, നീ ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിനക്കൊരു കരിയർ ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനും കരുതി കറക്റ്റാണ്, പഠിത്തത്തിലോട്ട് ഫോക്കസിങ് ആയി. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു അക്കൗണ്ട് തുടങ്ങി റീൽസൊക്കെ ചെയ്തിരുന്നു. സപ്പോർട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ കുറച്ചാലും വീഡിയോ ഒന്നും ചെയ്തില്ല. പക്ഷെ ആഗ്രഹം ഭയങ്കരമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആക്സിഡൻ്റ് ആയി. ആ ടൈമിൽ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. പക്ഷേ റീച്ചൊക്കെ കിട്ടി, അത്യാവശ്യം ലൈക്കൊക്കെ കിട്ടിയിരുന്നു. ഫുള്ള് നെഗറ്റീവ് കമൻസ്, ലൈക്കില്ല, റീച്ച് കിട്ടിയിരുന്നു. ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. ഞാൻ വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി. അപ്പോൾ എനിക്കെന്താ പറയുക, പക്ഷേ ഞാൻ എന്നിട്ടും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ഓഡീഷൻ്റെ ഇത് വന്ന് ട്രിവാൻഡ്രത്ത്. അങ്ങനെ ഓഡീഷൻ പോയി അറ്റൻഡ് ചെയ്തു. അവർ വിളിക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ വിളിച്ചൊന്നുമില്ല. ആ ഓഡീഷൻ്റെ ടി വിയിലോട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടിയില്ല. ഓക്കെ, നമ്മളൊരു സാധാരണക്കാരൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് പഠിക്കുന്ന പയ്യന്മാരുടെ ഡിഗ്രി വരെയൊക്കെ പഠിക്കാൻ പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വല്ല കടയിലോ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 26-27 വയസ്സാകുമ്പോൾ ഒരു വീട്ടുകാർ ഗൾഫിലോട്ട് അയക്കും. പിന്നെ 2 വർഷം കഴിഞ്ഞ് കല്യാണം. പിന്നീട് 30-32 വയസ്സുള്ള കുട്ടികൾ. പിന്നീട് അവരുടെ ലൈഫ് അങ്ങനെ അങ്ങോട്ട് പോകും. അതുപോലെ എനിക്കും ജീവിക്കാൻ വലിയൊരു താല്പര്യമില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ആക്ടിങ് കരിയറാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ ആവണമെങ്കിൽ എനിക്കൊരു പ്ലാറ്റ്ഫോം അത്യാവശ്യമാണ്. എന്നെപ്പോലെ ഒരുപാട് പിള്ളേരുണ്ട്. സോ ഞാൻ പറയുന്നു, എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കിട്ടുവാണെങ്കിൽ ഞാൻ എന്താണെന്നും എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും. എനിക്ക് കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.